ഹായ് ഗേസ്. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് അറേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ നോർമലി നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് അല്ലേ, ലൈക്ക് സ്ക്വയർ ബ്രാക്കറ്റ് 1,2,3 എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. ബട്ട് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് അറേ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫറെൻറ്റ് വേസും കൂടി ഉണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സം മെത്തേഡ്സ് ബിഹേവിയർ മാറും അത് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ, ബട്ട് നമ്മൾ പാസ് ചെയ്ത ഡാറ്റ അനുസരിച്ചിട്ട് അതിൻ്റെ ബിഹേവിയർ മാറും ആക്ച്വലി. സോ നമുക്ക് ചെക്ക് ചെയ്യാം 1 by 1 ആയിട്ടുള്ളത് എങ്ങനെയാണ് അറേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഞാൻ കൺസോളിട്ട് റൺ ചെയ്യാം തൽക്കാലം. സോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വേ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് 1,2,3 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അറേസ് ബേസിക്കലി ക്രിയേറ്റ് ആകും. വാല്യൂസ് കോമ ഇട്ടുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ട്രെയിലിംഗ് കോമസ് വെക്കാട്ടോ നിങ്ങൾക്ക്. അവസാനം ഐറ്റംസ് ഇപ്പോൾ 3 താഴെ കഴിഞ്ഞിട്ട് ഞാൻ കോമ വെച്ചാലും കുഴപ്പമില്ല, ഇഷ്യൂസ് അല്ല. അത് വേണമെങ്കിൽ വയ്ക്കാം, വേണ്ടെങ്കിൽ വേണ്ടെന്നുള്ളൂ. സോ അത് ഓപ്ഷണലാണ് കോമ വയ്ക്കണം വേണ്ടിയെന്നുള്ളൂ. പക്ഷേ സ്ക്വയർ ബ്രാക്കറ്റിൽ നിങ്ങൾ വാല്യൂസ് കൊടുക്കുമ്പോൾ കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ കറൻ്റ്ലി ഈ താഴെ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് അറേസ് ആയിട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് കാണാറുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് ലെങ്ത്തും കിട്ടുന്നുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ ലെങ്ത്ത് ബ്രാക്കറ്റിൽ നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. അറേയുടെ ലെങ്ത്ത് ബ്രാക്കറ്റ് ചെയ്ത് കാണുന്നത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കിട്ടുന്നുണ്ട്. ലെങ്ത്ത് 3 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസും നമുക്ക് കാണാൻ പറ്റും. പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ വാല്യൂ എന്നുള്ള അറിയിലുള്ളത്. സോ ഇതൊരു ബെസ്റ്റ് വേ ആണ് അറേ ക്രിയേറ്റ് ആയിട്ട്. മോസ്റ്റ് കോമണും റെക്കമെൻഡഡ് ഒക്കെ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാനത് ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കൺസ്ട്രക്ടർ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ന്യൂ അറേ എന്നുള്ള കൺസ്ട്രക്ടർ വെച്ചിട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു എം ടി അറേ ആണ്. ലെങ്ത്ത് 0 ആണ്. ഇതിൻ്റെ കണ്ടോ, ലെങ്ത്ത് 0 ആണ്. എം ടി അറേ ആണ് ഉള്ളത് കിട്ടുന്നത്. സോ ഈ അറേയുടെ ഉള്ളിൽ ലൈക്ക് നമ്മൾ വാല്യൂസ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എം ടി അറേ ആയിട്ട് എടുക്കും. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വാല്യൂസ് കൊടുക്കാം കേട്ടോ. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ സ്ട്രിങ് കൊടുക്കാം. ഹായ് ഹലോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് സ്ട്രിങ് ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തു. സോ ഔട്ട്പുട്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഹായും ഹലോയും വന്നിട്ടുണ്ട് അറേയുടെ ഉള്ളിൽ. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് ആക്ച്വലി 2 ആണ് കിട്ടുന്നത്. സോ ഇത്രയും മനസ്സിലായി വിചാരിക്കും. നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിൽ ഒരു ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ 2 വാല്യൂ കൊടുത്തിട്ടോ ഈ അറേയിൽ, നമുക്ക് ഇനി ഒരു വാല്യൂ മാത്രം കൊടുക്കാം. ഓക്കെ, ന്യൂ അറേ ഓഫ് ഞാനിവിടെ 5 കൊടുക്കാം. ഓക്കെ, സോ 5 കൊടുത്താൽ നമുക്ക് ഇവിടെ വരുന്ന റെസ്പോൺസ് ഇത്തിരി വിയേർഡാണ്. സോ നമ്മൾ 2 എലമെൻറ്റ് പാസ് ചെയ്തപ്പോൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. നമ്മളിപ്പോൾ ഒരെണ്ണം മാത്രം കൊടുത്തു. ഓക്കെ, ഒരു നമ്പർ മാത്രം കൊടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ അറേയുടെ ലെങ്ത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 5 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്ത് എത്രയാണെന്ന് വെച്ചാൽ അത്രയാണ്, 5 ആണ് അറേയുടെ ലെങ്ത്ത് വരുന്നത്. ബട്ട് അറേ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി എം ടി സ്ലോട്ട്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, കാലിയാണ്, ജസ്റ്റ് എം ടി സ്ലോട്ടാണ് കൊടുക്കുന്നത്. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ക്രിയേറ്റിംഗ് എൻ എം ടി അറേ വിത്ത് ഫിക്സ്ഡ് നമ്പേഴ്സ്. നമ്മൾ കൊടുക്കുന്ന എത്ര നമ്പർ എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഫിക്സ്ഡ് അറേ എം ടി അറേ ആ ഫിക്സ്ഡ് ലെങ്ത്തിലേക്ക് അത് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ന്യൂ അറേയിൽ കൊടുത്തിട്ട് 2 പാരാമീറ്റർ ഉണ്ടെങ്കിൽ അറേയുടെ വാല്യൂസ് ആയിട്ട് എടുക്കും. നിങ്ങൾ ഒരു പാരാമീറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ, 5 മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അറേ വിത്ത് ലെങ്ത് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. നോട്ട് അറേ ഓഫ് 5 വരില്ല. ജസ്റ്റ് അത് എത്ര കൊടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത് ആയിരിക്കും എടുത്തിട്ട് ഉള്ളിലേക്ക് അത് എം ടി സ്ലോട്ടായിട്ട് വെക്കുകയും ചെയ്യും. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ബിഹേവിയർ ആണ്, നിങ്ങൾ ആലോചിക്കണം. സോ ഇങ്ങനെ കൊടുത്താലും ന്യൂ അറേ ഓഫ് 5,10 കൊടുത്താലും ഡിഫറെൻ്റ് ആണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇത് അറേ വിത്ത് വാല്യൂസ് ആണ്. ഇത് ബേസിക്കലി അറേ വിത്ത് ലെങ്ത് 5 നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ വെച്ചാൽ അതിൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത്, അറേയുടെ ലെങ്ത്താണ് എടുക്കുന്നത്. ഫില്ല് ചെയ്യുന്നത് എം ടി സ്ലോട്ട്സ് ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, സോ റിയൽ പ്രോജക്ട്സിലൊക്കെ റെയർലി ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക, ബട്ട് കോഡ് ബേസിൽ കാണാൻ പറ്റും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇതിങ്ങനെയാണ് ഇത് വർക്ക് ആവണമെന്നുള്ള മനസ്സിലാക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവർ പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റ് നോർമലി യൂസ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ ഇനി നമ്മൾ അടുത്ത മെത്തേഡ് യൂസ് ചെയ്യുന്നത് അറേ ഓഫാണ്. ഓക്കെ, സോ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യാം നമുക്ക്.
array dot of 1,5 അറേ ഓഫിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഇതും അറേ ക്രിയേറ്റ് ചെയ്യും, ആ വാല്യൂസ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ മോസ്റ്റ് കേസിൽ സ്ക്വയർ ബ്രാക്കറ്റ് തന്നെയാണ് ബെറ്റർ. നമുക്ക് ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു മേ സി അറേ ഡോട്ട് ഓഫ് സം കോഡ്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ചിലപ്പോൾ നിങ്ങളുടെ കോഡിൽ എക്സിസ്റ്റിംഗ് കോഡിലൊക്കെ ചിലവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കാണിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇങ്ങനെ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത മെത്തേഡ് ചെക്ക് ചെയ്യാം. അറേ ഓഫ് കഴിഞ്ഞു, ഇനി അറേ ഡോട്ട് ഫ്രം ഉണ്ട് കേട്ടോ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അറേ ഡോട്ട് ഫ്രം. ഓക്കെ, അറേ ഡോട്ട് ഫ്രമിൽ ഇനി നമ്മൾ മുമ്പ് എഴുതിയ പോലെ 1,2 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കും ഇവിടെ. കാരണം അറേ ഡോട്ട് ഫ്രം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആൻഡ് ഐട്രബിൾ ഓർ അറേ ലൈക്ക് ഒബ്ജക്റ്റ് ആണ് ബേസിക്കലി. സോ ഐട്രബിൾ അല്ലെങ്കിൽ അറേ ടൈപ്പ് ഒബ്ജക്റ്റ് ആണ് അറേ ഫ്രമിൻ്റെ ഉള്ളിൽ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ റിയൽ പർപ്പസ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് റിയൽ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറേ ഡോട്ട് ഫ്രം എടുത്തിട്ട് ഞാനിവിടെ സ്ട്രിങ് കൊടുക്കാം. ഹായ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ് ക്യാരക്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് അറേ ആക്കി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോഡ് ലിസ്റ്റിലൊക്കെ റിയൽ അറേ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. സോ കോൺസ്റ്റ് ലിസ്റ്റ് ഐറ്റം ഈക്വൽ ടു document dot query selector all of li. എന്നിട്ട് ലിസ്റ്റ് ഐറ്റംസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അറേ കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടുന്നത് ഒരു നോഡ് ലിസ്റ്റാണ്. ഓക്കെ, സോ അറേ ലൈക്കാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇൻഡെക്സും ലെങ്ത്തൊക്കെ ബേസിക്കലി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, സോ ഇത് ഐട്രേറ്റബിൾ ആണ്, ഫോർ ഓഫിൽ വർക്ക് ചെയ്യും, ബട്ട് നോട്ട് എ റിയൽ അറേ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സോ അറേ മെത്തേഡ്സിന് ബേസിക്കലി മാപ്പ്, ഫിൽട്ടർ, റെഡ്യൂസ് എന്നുള്ള കുറേ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അറേ നോഡ് ലിസ്റ്റിൽ അത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അറേ ഡോട്ട് ഫ്രം കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ഈ ലിസ്റ്റ് ഐറ്റം എടുത്തിട്ട് ഉള്ളിലേക്ക് കൊടുത്താൽ മതി. ലിസ്റ്റ് ഐറ്റം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറേ ഐറ്റംസ് റിയൽ അറേ ആയി മാറിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ റിയൽ അറേ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റേ അറേ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാം. മാപ്പ്, ഫിൽട്ടർ, ഫൈൻഡൊക്കെ ബേസിക്കലി അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ അറേ ഇപ്പോൾ ഇത് ആക്ച്വലി റിയൽ അറേ ആണ്. ഓക്കെ, സോ ഇത്രയാണ് അറേ മെത്തേഡ്സ് ബേസിക്കലി, ഡിഫറെൻറ്റ് വേസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ അറേ. സോ ഞാൻ പരമാവധി കവർ ചെയ്തിട്ടുണ്ട് എല്ലാ സെഷനും. പക്ഷേ നോർമലി നമ്മൾ യൂഷ്വലി സ്ക്വയർ ബ്രാക്കറ്റ് തന്നെയാണ് യൂസ് ചെയ്യുക മിക്ക സ്ഥലത്തും. ഇതിപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കോഡിൽ വേറെ ആരെങ്കിലും എഴുതിയ കോഡിൽ ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇങ്ങനെ അറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.